إلى حضرة سيدنا ونبينا محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. അറബിയുടെ ആത്മീയ മജ്‌ലിസ് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. അറിയാം, വിശുദ്ധമായ മുഹറം മാസത്തിലെ ഏറ്റവും മഹത്തായ ദിവസമാണ് മുഹറം 10. ധാരാളം അംബിയ മുർസലുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയ ഒരു ദിവസമാണ് മുഹറം 10. ചരിത്രങ്ങളിൽ ഇടം പിടിച്ച ഏറ്റവും മഹത്തായ ഒരു ദിവസമാണല്ലോ മുഹറം 10. അതുകൊണ്ട് തന്നെ ഒരു ആത്മീയമായ മജ്‌ലിസ് ലൈവായിട്ട് ആരംഭിക്കാൻ തീരുമാനിക്കുകയും ഇന്നു മുതൽ ഈ മജ്‌ലിസ് തുടങ്ങുകയും ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിൽ പങ്കെടുക്കാനും ആത്മനിവൃത്തി നേടാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് സാധാരണ ഒരുപാട് ഓൺലൈൻ മജ്‌ലിസുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മജ്‌ലിസാണ്. അധികം ആളുകളെ പ്രയാസപ്പെടുത്താതെ അരമണിക്കൂറിൽ ഒതുങ്ങുന്ന ഒരു ഓൺലൈൻ മജ്‌ലിസാണ് തർബിയ ആത്മീയ മജ്‌ലിസ്. ഓരോ ദിവസം സലാത്ത് മജ്‌ലിസും അതുപോലെ ഹദ്ദാദും അതുപോലെ മറ്റു ദിക്റുകളുമായിട്ട് ദൈനംദിനം ചൊല്ലേണ്ട ആത്മീയമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് ഓൺലൈൻ മജ്‌ലിസ് മുന്നോട്ട് പോകും. എല്ലാവരും സഹകരിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഈ മജ്‌ലിസിനെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിൽ നിന്ന് കിട്ടുന്ന ആത്മീയ ഊർജം ജീവിതത്തിലുടനീളം നിലനിർത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കറിയാം മുഹറം 10. ആ മുഹറം 10 കുറച്ച് ദിക്റുകൾ മാത്രമാണ് ചൊല്ലുന്നത്. അതെല്ലാവരും കൂടെ ചൊല്ലണം. നമുക്കറിയാം മുഹറം 10 പോലെയുള്ള ആത്മീയമായിട്ടുള്ള ദിവസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് പരിശുദ്ധ റമളാൻ ഏറ്റവും ആത്മീയ അനുഭൂതി നൽകുന്ന മാസമാണ്. ഈ മാസത്തിൽ ധാരാളം ആളുകൾ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കും. നോമ്പ് പിടിച്ചും ഖുർആൻ ഓതിയും ഇഅ്തികാഫിരുന്നുമെല്ലാം ധന്യമാക്കുമ്പോൾ നമ്മളെ ഒരു വർഷത്തെ നാം ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ വിട്ടുപുറത്ത് ഒരു കൽബൊക്കെ ക്ലിയർ ചെയ്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്ഫുടം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓരോ മഹത്തായ രാത്രികളും പകലുകളും നൽകുകയാണ്. അത് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ്. ആ രീതിയിൽ മുഹറം 10 വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്ന് തൗബ ചെയ്യുകയും അതുപോലെ തന്നെ ധാരാളം ദുആ ചെയ്യുകയും അതുപോലെ ദിക്റുകളൊക്കെ ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കുകയും ചെയ്യണം. ഈ ദിവസം നമുക്കറിയാം മഹത്തായ ദിവസമായതുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുപോലുള്ള പണ്ഡിതന്മാർ ഒരുപാട് അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇന്ന് അവരവരുടെ കുടുംബത്തിന് ഭക്ഷണത്തിൽ വിശാലത ചെയ്യണമെന്ന്. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കപ്പൽ നിർമ്മിക്കാൻ പറയുകയും ആ കപ്പൽ നിർമ്മിക്കുകയും അതിൽ എല്ലാ നൂഹ് നബിയോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ പ്രവേശിക്കുകയും ചെയ്തു. പക്ഷേ ആ കപ്പല് കുറച്ചാളുകൾ കയറിയത് ഉള്ളോ എങ്കിലും ആ കപ്പല് ജൂദി പർവ്വതം എന്ന് പറയുന്ന ഇറാഖിൽ ഒരു പർവ്വതത്തിന്റെ മേൽ നങ്കൂരമിടുകയും അവിടെ നിന്ന് ഇറങ്ങിയ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ വിശാലത ചെയ്യുകയും നൂഹ് നബി അവരോട് അതിലെ ജനങ്ങളോട് അവരുടെ ഭക്ഷണത്തിനും ജോലിക്കും വേണ്ടിയെല്ലാം വിശാലത ചെയ്ത് തുടങ്ങിയ അന്ന് മുതൽ ഈ മഹത്തായ മുഹറം 10 അന്നായിരുന്നു അത്. ആ മുഹറം 10 വിശാലതയുടെ ഒരു മാസമായി, വിശാലതയുടെ ഒരു ദിവസമായിട്ട് മാറുകയാണ്. നമ്മളെ കുടുംബങ്ങളോട് നമ്മൾ സാധാരണ നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, നാം വെള്ളവും വസ്ത്രവും എല്ലാം നൽകുന്നുണ്ടെങ്കിലും
മുഹറം 10 അന്ന് പ്രത്യേകമായി കുടുംബങ്ങൾക്ക് മാംസവും ഭക്ഷണവും നല്ലവണ്ണം വാങ്ങിക്കൊടുത്ത് ആ ഭക്ഷണത്തിൽ ഒരു വിശാലത ചെയ്താൽ ഈ വർഷം മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വിശാലത ചെയ്യും. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, 60 വർഷക്കാലം ഞാൻ ഇത് കേട്ടിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിന് വിശാലത ചെയ്തപ്പോൾ അൽഹംദുലില്ലാഹ് എൻ്റെ ജീവിതത്തിൽ അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും, എൻ്റെ ജോലിയിലും, എൻ്റെ ജീവിത സാഹചര്യങ്ങളിലുമെല്ലാം വലിയ വിശാലതയും ബറക്കത്തും ഉണ്ടായിരുന്നെന്ന് ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഈ വിശാലത നമ്മുടെ കുടുംബങ്ങളിൽ ബറക്കത്തുള്ള വീടുകളാകണം. നമ്മുടെ വീടുകളൊക്കെ ആത്മീയത നിറഞ്ഞ വീടുകളാകണം. വെറുതെ നമ്മുടെ വീടുകളിൽ പലപ്പോഴും പല ശൈത്താന്റെ ഷർറിൽപ്പെട്ടവർ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, എപ്പോഴും ചില വീടുകളിലുള്ള വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് അസുഖങ്ങളും രോഗങ്ങളുമായി നിലനിൽക്കുന്നത് കാണാം. അത് വീട് എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ട രൂപത്തിൽ സംരക്ഷിക്കപ്പെടാതിരിക്കുമ്പോഴാണ്. നമ്മളെ വീടുകൾ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ ഭവനമാക്കി മാറ്റാൻ നമ്മൾ തന്നെ ആലോചിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം അതിന് ഒരുപാട് നല്ല വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ഈ പ്രത്യേകമായി ുള്ള ദിവസങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ മുഹറം 10 നമ്മളിലേക്ക് വന്നു. നമ്മളെല്ലാവരും നോമ്പുകാരാണ്. ആ നോമ്പുകാരായിരിക്കെ ഈ വീടുകളിലേക്ക് നമ്മൾ വീട്ടുകാർക്ക് വിശാലത ചെയ്യുമ്പോൾ നമ്മുടെ വീട് വലിയ സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഭവനമാകാൻ ആഗ്രഹിക്കുന്നു. ബറക്കത്തുള്ള വീട് ആകാൻ ആഗ്രഹിക്കുന്നു. ആ ബറക്കത്ത് നമ്മുടെ വീടുകളിൽ ഉണ്ടാകണമെങ്കിൽ അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യണം. പല വീടുകളിലേക്ക് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ ജീവജാലങ്ങളുടെയും അതുപോലെ തന്നെ മനുഷ്യരുടെയും ഫോട്ടോസുകൾ വെച്ചിരിക്കുന്നത് കാണാം. ഈ ഓരോ ആത്മീയ ദിവസങ്ങൾ വരുമ്പോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആത്മീയ മജ്‌ലിസുകൾ നടത്തുമ്പോ, ബദറും ബദരീങ്ങൾ ആണ്ട് നടത്തുമ്പോ, ഉപ്പയുടെ ആണ്ട് നടത്തുമ്പോഴൊക്കെ ആ വീട്ടിൽ നാം ചൊല്ലുന്ന, നാം ഓതുന്ന ദിക്റുകൾ, ഖുർആൻ പാരായണങ്ങൾ അതെല്ലാം സ്വീകരിക്കാതെ, അല്ലെങ്കിൽ അവിടെ മഹത്തുക്കളുടെ സാന്നിധ്യമില്ലാതെ, മലായിക്കത്തിന്റെ സാന്നിധ്യമില്ലാതെ ആ വീടുകൾ നശിച്ചു പോവുകയാണ്. ആ വീടുകൾക്ക് ആത്മീയത ലഭിക്കാതെ, ആ വീടുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായിട്ട് നൽകുന്ന അനുഗ്രഹങ്ങൾ വർഷിക്കാതെ പോകുന്നു. കാരണം നമ്മുടെ വീടുകളിൽ നമ്മുടെ മക്കൾ SSLC ജയിക്കുമ്പോൾ, +2 ജയിക്കുമ്പോൾ, അല്ലെങ്കിൽ A+ വാങ്ങുമ്പോൾ അവരുടെ ഫോട്ടോ നമുക്ക് ലഭിക്കുന്നു. അത് നമ്മൾ ട്രോഫിയായി ലഭിക്കുന്നു. അതല്ലെങ്കിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർ, വിദേശ നാടുകളിൽ വർഷങ്ങളോളം ജോലി ചെയ്തവർ, ആ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ലഭിച്ച മെമന്റോകൾ വീടിന്റെ അകത്തളങ്ങളിൽ ഷോക്കേസിൽ വലിയ ഫോട്ടോ, വീട്ടിലെ വാപ്പയുടെ ഫോട്ടോയാണ്, മക്കളുടെ ഫോട്ടോസാണ്, അതുപോലെയുള്ളതായ മൃഗങ്ങളുടെ ഫോട്ടോസ് വെച്ചിട്ട് നമ്മൾ ആത്മീയ മജ്‌ലിസ് വീടിന്റെ അകത്തളങ്ങളിൽ നിന്ന് നടത്തുമ്പോൾ മുഹൈദ്ദീൻ ശൈഖ് തങ്ങളടക്കമുള്ള വലിയ മഹാന്മാരെ നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആയിഷ ബീവി ഒരു തലയണ വാങ്ങിയിട്ടുണ്ട്. ആ തലയിണയുടെ മുകളിൽ സുബ്ഹാനല്ലാഹ്, ആ തലയിണയുടെ മുകളിൽ ചിത്രങ്ങളുണ്ട്. മൃഗങ്ങളുടെ ചിത്രമുണ്ട്. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങള് ആയിഷ ബീവിയുടെ വീട്ടിലേക്കൊന്നും കയറി ചെല്ലുന്ന നബി സുബ്ഹാനല്ലാഹ് അവിടെ പുറത്തു നിൽക്കുകയാണ്. ആയിഷ ബീവി ചെല്ലുമ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനങ്ങുന്നില്ല. നബിയെ അകത്തേക്ക് കയറൂ നബിയേ എന്ന് പറയുമ്പോഴും ആയിഷ ബീവി അവിടെ തന്നെ നിൽക്കുക. ആയിഷ ബീവി പറയുമ്പോഴും നബി തങ്ങൾ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ആയിഷ ബീവിയോട് മുത്തുനബി പറഞ്ഞു, ഇവളൊരു ജീവിയുടെ ഫോട്ടോസ് വെച്ചിട്ടില്ല, അതെടുത്ത് കളയൂ എന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് കളഞ്ഞത് ചരിത്രങ്ങളിൽ, ഹദീസുകളിൽ വായിച്ചെടുക്കാൻ സാധിക്കും.
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മലാക. നിങ്ങൾ ശ്രദ്ധിക്കണേ. അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് വന്നാൽ മാത്രമാണ് നമ്മുടെ വീട് ഐശ്വര്യമുള്ളതാകുന്നത്. ബറക്കത്ത് ചോരിക്കൊരിഞ്ഞു കൊടുക്കുന്ന ഈ മഹത്തായ മുഹറം 10 ദിവസങ്ങളിൽ വീട്ടിൽ നിങ്ങളുടെ ഷോക്കേസിൽ മക്കളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടോ? കലണ്ടറിൽ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ടോ? ചെറിയ കുഞ്ഞുമക്കളുടെ ഫോട്ടോസ് ഗ്ലാസിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതുപോലെ മൃഗങ്ങളുടെ കോലത്തിലുള്ള ബിംബം പോലെയുള്ളതായ ആ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ആ പ്രതിമകൾ നിങ്ങളുടെ ഷോക്കേസിൽ ഭംഗിക്ക് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തു മാറ്റണേ. അതല്ലാതെ ഈ മഹത്തായ ദിനരാത്രങ്ങളിൽ റഹ്മത്തിന്റെ മാലാകമാർ വീടിന്റെ വെത്തളങ്ങളിലേക്ക് വരില്ല. നബി തങ്ങൾ പറയുകയാണ്, ഒരു വീട്ടിലേക്ക് മലക്ക് പ്രവേശിക്കൂല. ആ വീട്ടിൽ കൽബുണ്ടെങ്കിൽ, നായയുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മനുഷ്യരൂപമോ അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളുടെ രൂപമോ, അതൊരു കലണ്ടർ ബാങ്കിൽ നിന്ന് കിട്ടിയ കലണ്ടറാണ്, അതല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കിട്ടിയ കലണ്ടറാണ്. ആ കലണ്ടറിൽ പോലും ഫോട്ടോസുകൾ ഉണ്ടെങ്കിൽ അതെടുത്ത് മാറ്റണേ. ബഹുമാന സ്വരത്തിൽ, ബഹുമാന രൂപത്തിൽ നിങ്ങളുടെ വീടിന്റെ കത്തളങ്ങൾ നിങ്ങൾ എടുത്തു വെച്ചിട്ടുള്ള അത് പണക്കാട് തങ്ങളുടെ ഫോട്ടോയാണെങ്കിലും അതല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ഫോട്ടോയാണെങ്കിലും അത് ശരിയല്ല. മലക്കുകൾ അങ്ങോട്ട് പ്രവേശിക്കില്ല. ജിബ്രീൽ മുത്തുനബിയോട് അടുക്കൽ വന്നിട്ട് പറയുന്നു, നബിയേ, ഇന്നലെ ഞാൻ തങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നു. ആ വീട്ടിലേക്ക് തങ്ങളടുക്കലേക്ക് ഞാൻ വന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ആ വീടിന്റെ വാതിൽക്കൽ മനുഷ്യ പ്രതിമകളെ ഞാൻ കണ്ടു നബിയേ. അതുകൊണ്ട് എനിക്കങ്ങോട്ട് കയറാൻ അനുവാദമില്ല. മാത്രമല്ല, ഒരു ചെറിയ നായക്കുട്ടി ആ വീടിന്റെ അകത്തളങ്ങൾ കട്ടിന്റെ അടിയിലുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇത് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതൊക്കെ കീറിക്കളയാൻ പറഞ്ഞു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ പട്ടിയെടുത്തു കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ, ഇത് വാസ്തവത്തിലുള്ളതാണ്, ഹദീസിലുള്ളതാണ്, മഹാന്മാർ രേഖപ്പെടുത്തിയതാണ്. എത്ര വീടുകളിലാണ് കമ്പനിയിൽ നിന്ന് അവാർഡ് കിട്ടിയപ്പോൾ അല്ലെങ്കിൽ റിട്ടയർഡായപ്പോൾ കിട്ടിയതായ ഫോട്ടോസുകൾ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ എടുത്തു വെച്ച് വാപ്പ മരിക്കുമ്പോൾ ഉമ്മ മരിക്കുമ്പോൾ ആ മജ്‌ലിസിൽ നമ്മൾ പോയിരിക്കാൻ നമുക്ക് പ്രയാസമാണ്. ദുആ ചെയ്തിട്ട് എന്ത് കാര്യം? മലക്കുകളുടെ സാന്നിധ്യമില്ലാത്ത ദുആ. ഒരു ഖതമുൽ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുന്ന മജ്‌ലിസാണ്. 70,000 മലക്കുകൾ അവിടെ സാന്നിധ്യമുണ്ടാകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ വീട്ടിലേക്ക് മലക്കുകൾ വരുന്നില്ല. എന്തേ കാരണം? നിങ്ങളുടെ വീട് മോടി പിടിപ്പിച്ചപ്പോൾ ആ വീടിന്റെ സ്റ്റെയർ കേസ് നിങ്ങൾ നോക്കൂ, അതേ കിളികളുടെയും തത്തകളുടെയും ഫോട്ടോസുകളാണ്. അതുപോലെ തന്നെ വീട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്, സുബ്ഹാനല്ലാഹ്, വീട്ടിൽ പോയപ്പോൾ മരിച്ചുപോയ ഉപ്പയുടെ ഫോട്ടോ, ഉമ്മയുടെ ഫോട്ടോ, ചെറുപ്പകാലത്തെ ഫോട്ടോ എല്ലാം ഫോട്ടോ വെച്ച് അതേ അമുസ്ലിമീങ്ങൾ ചെയ്യുന്ന ആദരവിന്റെ ബഹുമാനത്തിന്റെ രൂപത്തിൽ വീടിന്റെ അകത്തളങ്ങളിൽ വെച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും ശരിയല്ല. മുത്തുനബി ഇഷ്ടപ്പെടാത്തതാണ്. ലഅനല്ലാഹുൽ മുസവ്വിരീന വൽ മുസവ്വിറാത്ത്. നബിതങ്ങൾ പറയാണ്, അല്ലാഹു ശപിച്ചിട്ടുള്ള വിഭാഗമാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നവർ, ചിത്രങ്ങൾ ഉണ്ടാക്കുന്നവർ. ജീവനുള്ള ഏത് വസ്തുക്കളായാലും, അത് മനുഷ്യരൂപമായാലും, അത് മൃഗങ്ങളുടെ കോലമായാലും, കിളികളുടെ രൂപമായാലും, പ്രതിമകളുടെ രൂപമായാലും, അതേ മനുഷ്യരുടെ രൂപത്തിൽ നിങ്ങൾ ആ കോലത്തിൽ ജീവനുള്ള വസ്തുക്കളുടെ രൂപം നിങ്ങൾ അതേ ഒരു പേപ്പറിൽ വരയ്ക്കാൻ
വരക്കാൻ പാടില്ല, ഒരു മതിലിൽ വരക്കാൻ പാടില്ല, ഒരു വാഹനത്തിൽ വരക്കാൻ പാടില്ല. നിങ്ങൾ ഇടപെടുന്ന ഏത് മേഖലകളുണ്ടോ അവിടെ ഒന്നും വരക്കാൻ പാടില്ല, ഉണ്ടാക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഇത് ഹറാമാണ്. മാത്രമല്ല അങ്ങനെ കിട്ടുന്ന വരക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വരുമാനം ഹറാമല്ലേ? അതുകൊണ്ട് ചിന്തിക്കണേ. ഇസ്ലാമിസ്റ്റാകുമ്പോ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളാൻ നമ്മൾ മുന്നോട്ട് വരണം. അതിനാണ് ഈ ഓൺലൈൻ മജ്‌ലിസിൽ വഅദ് പറയുന്നത്, ഓൺലൈൻ മജ്‌ലിസിൽ അതേ ക്ലാസ് എടുക്കുന്നത്. ഇത് ഒഴിവാക്കിയിട്ട് എനിക്ക് എന്റേതായ ഇഷ്ടത്തിലൊരു ദീന്, അങ്ങനെ ഒരു ദീനില്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ മഹത്തായ ദിവസങ്ങളിൽ ഇന്ന് എല്ലാവരും നെയ്യത്ത് വെക്കുക. എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും അവരെ വീട്ടിലെ എല്ലാം എടുത്തു കളയാ. വിരിപ്പ് ഇപ്പോൾ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് നമ്മുടെ ബെഡ്ഷീറ്റുകൾ. ആ ബെഡ്ഷീറ്റ് നായയുടെയും പന്നിയുടെയും അതുപോലെയുള്ള ജീവജാലങ്ങൾ, ചെറിയ ചെറിയ പാവകൾ, കുറുക്കൻ, അത് നമ്മളെ കടയിൽ പോയാൽ ഇന്ന് കുട്ടികളെ ആകർഷിക്കാൻ സുബ്ഹാനഹു ജല്ല ജലാലു എന്തെല്ലാം ഫോട്ടോസുകളാണ്. ചെറിയ മക്കൾക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയാൽ ആ ഡ്രസ്സിൽ പോലും ഫോട്ടോസുകളില്ലാത്ത, ഒരു മൃഗങ്ങളുടെ ഫോട്ടോ കൊടുക്കാത്ത ഡ്രസ്സുകൾ എടുക്കാനില്ല. ഞാൻ ഇന്നാള് കുട്ടികൾക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ ആ കടയിലെ ഏത് ഡ്രസ്സ് എടുത്താലും കുട്ടികളുടെ ഡ്രസ്സിന്റെ മുറയിൽ ഒരു സിംഹത്തിന്റെ അല്ലെങ്കിൽ ഒരു പാവയുടെ ഇങ്ങനെ ഓരോ മനുഷ്യരൂപങ്ങൾ ഉണ്ടാവും. ചില കളിക്കാരുടെയും ചില പോപ്പ് ഗായകന്മാരുടെയൊക്കെ ഫോട്ടോസുകൾ വെച്ച് അതൊരു ട്രെൻഡായി, അതൊരു വൈബായി കാണുന്ന കാലത്ത് നമ്മൾ പരിശുദ്ധ ഇസ്ലാമിൽ നിലകൊള്ളുന്ന ആളുകളാണെങ്കിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഈ രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, നമ്മളെ വീടുകൾ ആത്മീയവൽക്കരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ മാത്രമാണ് നമ്മുടെ വീട് ബറക്കത്തിന്റെ വീടാവുകയുള്ളൂ, സന്തോഷത്തിന്റെ വീടാവുകയുള്ളൂ, സമാധാനത്തിന്റെ വീടാവുകയുള്ളൂ. ആ വീട്ടിൽ വെച്ച് ദിക്റ് ചൊല്ലിയാലാണ്, ആ വീട്ടിൽ വെച്ച് തസ്ബീഹ് ചൊല്ലിയാലാണ് ഖബൂലിയത്ത് ഉണ്ടാവുകയുള്ളൂ. ഇത് മാറ്റാതെ ചില ആളുകൾ വളരെയധികം പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മുടെ കണ്ണിന് അന്ന് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള ചിത്രങ്ങൾ വരെ ഷോക്കേസിൽ വെച്ചത് കാണാം. അവിടെ ഒരു കാര്യം കൂടിയുണ്ട്. സ്വന്തം ഭർത്താവിന്റെ ഭാര്യയുടെ ഫോട്ടോ, ഭാര്യ ഹിജാബ് ധരിച്ച് കണ്ണ് മാത്രം കാണിച്ച് ഇസ്ലാമിക്കായി ജീവിക്കുന്ന ഭാര്യ, ആ ഭാര്യയുടെ ഫോട്ടോസ് വീടിന്റെ ആ ഹാളിൽ ആ ഹാളിൽ വെച്ചുകൊണ്ട്, ആ ഹാളിൽ കാണിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവിന്റെയും ഭാര്യയുടെയും ഫോട്ടോ വെക്കുന്ന എത്ര വീടുകളാണ്. നല്ല സ്വന്തം മകനോ മകളോ ഒരു കുട്ടിയുണ്ടായി, ആ കുട്ടിയുടെ ഫോട്ടോസ് അതേ കലണ്ടർ അടുപ്പിച്ച്, അതല്ലെങ്കിൽ ഗ്ലാസ്സിലടുപ്പിച്ച്, അതല്ലെങ്കിൽ ഭിത്തിയിൽ ചേർത്ത് വെച്ച് വെക്കുന്നതൊക്കെ ഹറാമല്ലയോ? അവിടെ അതേ പ്രിയപ്പെട്ടവരെ മലക്കുകൾ കടക്കൂല. അത് ഒഴിവാക്കലാണ്. വളരെ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ജീവിതം നയിക്കുമ്പോഴാണ് ഈ മുഹറം മാസം അടക്കമുള്ള ഈ മഹത്തായ രാത്രികളിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. നമ്മളെ വീട്ടിൽ മരണത്തോട് മല്ലടിക്കുന്നവരുണ്ടാകും. ആ മരണത്തിന്റെ വെപ്രാളത്തിൽ മലായിക്കത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ പോലും അതേ ഈ രൂപത്തിൽ നമുക്ക് ആത്മീയമായിട്ടൊന്ന് വിട പറയാൻ നമ്മുടെ വീട്ടിലെ ഫോട്ടോസുകൾ പ്രയാസം സൃഷ്ടിക്കും. അതുകൊണ്ട് ഇന്ന് തന്നെ ഈ മജ്‌ലിസിൽ നിന്ന് ഈ മുഹറം മാസം, ഈ മുഹറത്തിന്റെ ഏറ്റവും മഹത്തായ ദിനരാത്രങ്ങളിൽ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഇതാണ്. വീട്ടിലെ വാപ്പാ അതേ പള്ളിയിലെ ഉസ്താദിന്റെ വേള കേട്ട്, പ്രഭാഷണം കേട്ട് വിശാലത ചെയ്യുകയാണ്. അതേ റിസ്കില് വിശാലതയും ബറക്കത്തും ഉണ്ടാകാൻ, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ. പക്ഷേ
ഈ രൂപത്തിലുള്ള വൃത്തികേടുകൾ അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള അത് ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യങ്ങൾ, മറ്റു മതസ്ഥരുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ സുബ്ഹാനല്ലാഹ് ഇങ്ങനെയാണ് ബറക്കത്തുണ്ടാകുന്നത്. ഇത് മഹാന്മാര് രേഖപ്പെടുത്തിയതാണ്. അല്ലാഹു നമുക്ക് ഇതിൽ നിന്ന് മുക്തമാകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഫോട്ടോസ് ഉപയോഗിക്കുന്ന രീതി അത് വീടുകളിൽ നിന്ന് വളരെയധികം മാറ്റിവെക്കണം. ഒരു വെഡിങ് ആനിവേഴ്സറി വന്നാൽ അല്ലെങ്കിൽ ഒരു വെഡിങ് നടന്ന വീടുകൾ നോക്കിയാൽ സുബ്ഹാനല്ലാഹ് എത്ര ഫോട്ടോയാണ്. അതിൽ പറയാനുള്ളത്, ഒരു വിവാഹം വരുമ്പോ സ്വന്തം ഭാര്യയുടെ ഫോട്ടോ പ്രദർശിപ്പിക്കേണ്ടതില്ല. വാഹനത്തിൽ പോലും, പോകുന്ന വാഹനത്തിൽ പോലും ആ ഭാര്യയുടെ ഭർത്താവിന്റെ ഫോട്ടോ വെച്ച്, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയ ദീനാണ്? പരിശുദ്ധ ദീൻ കൊണ്ടുള്ള ജീവിതമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ദീനിലേക്ക് മടങ്ങലല്ലാതെ ഇനി വിജയമില്ല. അറബിയുടെ ഓൺലൈൻ മജ്‌ലിസ് അൽഹംദുലില്ലാഹ് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതിന്റെ വക്താക്കളാകണം. നല്ല ഇൽമ് ഒരു അരമണിക്കൂറിൽ കൂടുന്നൊരു വീഡിയോ ഞാൻ ചെയ്യൂല. കാരണം എല്ലാവർക്കും ഒരുപാട് മജ്‌ലിസുകൾ സ്ഥിരമായി പങ്കെടുക്കുന്നവരുണ്ടാകും. ആ മജ്‌ലിസിലൊക്കെ പങ്കെടുക്കുകയും ആത്മനിവൃത്തി നേടുന്നവരുമാണ്. അതുകൊണ്ട് എല്ലാ മജ്‌ലിസും പങ്കെടുത്ത് അതൊക്കെ വിജയിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ മജ്‌ലിസുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. ഇതിൽ വേറൊരു ലക്ഷ്യമില്ല. ഇൻഷാ അല്ലാഹ് നല്ലത് മാത്രം, കുറച്ച് ഇൽമും കുറച്ച് ദിക്റുകളുമൊക്കെ ആയി ഒന്ന് നമ്മുടെ നാടിന്, നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, കൂട്ടുകാർക്ക്, അതുപോലെ ഈ മജ്‌ലിസുമായി സഹകരിക്കുന്ന ഒരുപാട് പേര്, അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യാൻ വേണ്ടിയും കൂടിയാണ്. അതുകൊണ്ട് ഈ മജ്‌ലിസ് ഏറ്റെടുക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുഹറം മാസത്തിൽ, മുഹറം 10 ആയിരക്കണക്കിന് മഹാന്മാർക്ക് ഒരുപാട് നന്മകൾ ചെയ്തതുപോലെ, അതുപോലെ തന്നെ മൂസാ നബിയെയും ഈസാ നബിയെയും അതുപോലെ ഇബ്രാഹിം നബിയുടെ വലിയ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുത്തി അള്ളാഹു ഇത് അനുഗ്രഹം ചെയ്ത ദിവസമാണ്. ഇജാബത്തുള്ള ദിവസമാണ്. ഈ ഇന്നത്തെ ദിവസം നോമ്പിന്റെ പ്രതിഫലം 70 ഹജ്ജ്, 70 ഉംറയുടെ പ്രതിഫലമാണ്. അള്ളാഹു ഈ നോമ്പിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യാൻ, ആ മദീനയിൽ എത്തിപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മജ്‌ലിസ് കാണുന്ന മുഴുവൻ ആളുകൾക്കും മദീനയിൽ എത്തിയിട്ടല്ലാതെ ഹബീബായ തങ്ങളോട് സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന നേരിട്ടൊരു സലാം പറഞ്ഞിട്ടല്ലാതെ അള്ളാഹു നോക്കാതിരിക്കുമാറാകട്ടെ. എന്നെപ്പോഴും നമ്മൾ ദുആ ചെയ്യണം. നമ്മളുടെ ദുആ അനുസരിച്ചാണ് അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കുന്നത്. ഈ അടുത്ത് ഞാൻ ഉംറക്ക് പോയത് നമ്മുടെ ദുആ കൊണ്ടാണ്. അങ്ങനെ ഉംറക്ക് പോകാനും ഹജ്ജ് ചെയ്യാനും അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് മുഹറം 10 ഒരു 2 ദിക്ർ, ഒരു 70 പ്രാവശ്യം വീതമുള്ള 2 ദിക്ർ പെട്ടെന്ന് ചൊല്ലി ഇൻഷാ അല്ലാഹ് ഒരു മദ്ഹും പാടി നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചൊല്ലാൻ പോകുന്ന ദിക്ർ നമുക്കറിയാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് ഇട്ടപ്പോൾ അവിടുന്ന് ചൊല്ലിയ ദിക്റാണ് ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അത് ഹസ്ബുന എന്നും പറയാം, ഹസ്ബിയ എന്നും പറയാം. ഹസ്ബി അല്ലാഹു എന്ന് പറഞ്ഞാൽ മതി. ഇൻഷാ അല്ലാഹ് 70 പ്രാവശ്യം അത് ചൊല്ലുകയും അതിനുശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഏറ്റവും മീസാനിൽ ഭാരം തൂങ്ങുന്നതായ ദിക്റാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ മഹത്വങ്ങളൊക്കെ വഴിയെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് തിങ്കൾ, ചൊവ്വ, ബുധൻ, അതുപോലെ ശനി, ഞായർ ദിവസങ്ങളിൽ നമുക്ക് മജ്‌ലിസ് നടത്തണം. ആഴ്ചയിൽ 2 ദിവസം മജ്‌ലിസ് ഉണ്ടാവുകയില്ല എന്ന പ്രത്യേകം ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അത് ഏറ്റെടുക്കുകയും ഈ മജ്‌ലിസിന്റെ ആളുകളാവുകയും ചെയ്യണം. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദുആകളിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട ഒരു വിഭാഗമുണ്ട്. ഒരു നേരത്തും ഭക്ഷണം കഴിക്കാനില്ലാതെ നമ്മളിന്ന് നോമ്പ് തുറക്കുമ്പോൾ ഒരുപാട് നല്ല ഭക്ഷണം നമ്മൾ കഴിക്കും. പക്ഷേ നമ്മെ പോലെയുള്ള വികാരവും വിചാരവും ഉള്ള മനുഷ്യർ, പലസ്തീനിന്റെ തെരുവോരങ്ങളിൽ വാപ്പയെ കാണാതെ, ഉമ്മയെ കാണാതെ, അതേപോലെ തന്നെ മക്കൾ, മാതാപിതാക്കൾ കുട്ടികളെ കാണാതെ
കരഞ്ഞു നടക്കുന്ന അത് ബിൽഡിങ്ങിന്റെ ഇടയിൽ നടന്നു നീങ്ങുമ്പോൾ വാപ്പയുടെ വികൃതമായ മുഖം കണ്ട് മകൻ പൊട്ടിക്കരഞ്ഞ് അവിടെ ഹർവമയ്യിത്ത, അവിടെ ആ വാപ്പയെ കാണാൻ കഴിയാതെ, ഉമ്മയെ കാണാൻ കഴിയാതെ മരിച്ചു വീഴുന്ന രംഗങ്ങളാണ്. നമുക്കിതിന് പരിഹാരം നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിക്കൂല, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. സർവായുധ സജ്ജരായിക്കൊണ്ട് അതേ അമ്പുകളും ബോംബുകളും എല്ലാം വിട്ടുകൊണ്ട് ആ പാവങ്ങളെ തകർക്കുമ്പോൾ ദുആ ആണ് നമ്മുടെ ആയുധം. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ ആയുധം ദുആ ആണ്. അപ്പൊ എല്ലാവരുടെ ദുആകളിൽ ലോക മുസ്ലിമീങ്ങൾക്കും ദുരിതമനുഭവിക്കുന്നവർക്കും പ്രയാസം അനുഭവിക്കുന്നവരെ ഉൾപ്പെടുത്തി നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കണം ഇൻഷാ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ വനിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ 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 മൗലാ വനിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبي الله ونعم الوكيل نعم المولى ونعم النصير. 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 അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ അദ്കാർ നീ കബൂലാക്കണേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇസ്ലാമിനെ നമ്രൂദിന്റെ തീക്കൊണ്ടാരത്തിലിട്ടപ്പോൾ ചൊല്ലിയ ദിക്റാണല്ലോ അല്ലാഹ്. ഈ മുഹറം മാസത്തിൽ ഞങ്ങൾ ഈ ദിക്ർ 70 പ്രാവശ്യം ചൊല്ലി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ നേരുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. എല്ലാ പ്രതിസന്ധികളും തട്ടിമാറ്റണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഈ ദിക്റിന്റെ പോരിശ കൊണ്ട് ഞങ്ങളെ നീ മാറ്റിത്തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ നൽകണേ അല്ലാഹ്. പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. നോമ്പുകളൊക്കെ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും ഒരു 33 പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലാൻ ശ്രമിക്കണം എല്ലാവരും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
എന്നാണ്. ലോകത്ത് ഏത് പ്രതിസന്ധിയിലും പ്രയാസത്തിലും നമ്മളെ രക്ഷപ്പെടുത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ആരെങ്കിലും അല്ലാഹുവിൽ വരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അവനക്കത് മതി. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതിയായവനാണ്. നിഅമൽ വക്കീൽ, അതേ അല്ലാഹുവെ വരമേൽപ്പിക്കുന്നവരിൽ ഏറ്റവും വരമേൽപ്പിക്കാൻ അർഹനായവൻ അല്ലാഹുവാണ് എന്ന നീലക്ക് നമ്മൾ അർത്ഥം വെക്കുമ്പോൾ അതേ സഹായിയായിട്ട് അല്ലാഹു തന്നെയാണ്, ഏറ്റവും വലിയ സഹായി അല്ലാഹുവാണ് എന്ന അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന ദിക്റാണ്. ഏത് പ്രതിസന്ധികളിൽ നമുക്ക് ചൊല്ലി ദുആ ചെയ്താൽ അതിന് പരിഹാരമാണെന്ന് മഹാന്മാര് പറയാണ്. ഇബ്രാഹിം നബിയെ രക്ഷപ്പെടുത്തിയതുപോലെ നമ്മളെയും അല്ലാഹു രക്ഷപ്പെടുത്തും. ഇത് ജീവിതത്തിൽ പകർത്തുന്ന ഒരു 33 പ്രാവശ്യം എന്നും ചൊല്ലാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അടുത്തത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റാണ്, തസ്ബീഹാണ്. വലിയ മഹത്വമുള്ള തസ്ബീഹാണ്. അല്ലാഹു ജീവിതത്തിൽ പകർത്താൻ ഭാഗ്യം നൽകട്ടെ. രാവിലെയും വൈകുന്നേരം കഴിയുമെങ്കിൽ ഒരു 100 പ്രാവശ്യം ചൊല്ലി സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. റഹ്മാനായ സയ്യിദായ അല്ലാഹ്, തർബിയാത്ത് നീ മജ്‌ലിസ് സാധ്യമായി ആരംഭിച്ചതാണ്. നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ കയറുന്ന ആരെല്ലാം ഉണ്ടവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. ഈ മഹത്തായ തസ്ബീഹിന്റെ ബറക്കത്ത് കൊണ്ട് നേറുന്ന പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്. രോഗങ്ങൾ ശിഫ നൽകണേ അല്ലാഹ്. പ്രതിസന്ധികൾ തട്ടിമാറ്റണേ അല്ലാഹ്. ജീവിതത്തിലുടനീളം ഖൈറാത്തുകൾ ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. ജീവിതം സന്തോഷകരമാക്കണേ അല്ലാഹ്. പ്രതിസന്ധികളിൽ പ്രയാസങ്ങളിൽ പെട്ടവരുണ്ടെല്ലാം നീ നീക്കം ചെയ്ത് സന്തോഷം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അതിനു മുമ്പ് ഒരു മദ്ഹ് പാടുന്നത് എപ്പോഴും നല്ലതാണ്. സിക്റുസ് സ്വാലിഹീന ഇബാദ വസിക്റുസ് സ്വാലിഹീന കഫാറ എന്നല്ലേ. അതുകൊണ്ട് മദ്ഹുകൾ പാടുകയും പറയുകയും ചെയ്യണം. അത് വബ്തഗിൽ വസീല എന്നാണ്. അല്ലാഹുവിലേക്ക് നമ്മൾ തേടുമ്പോൾ ദുആ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒന്നൊക്കെ മുൻനിർത്തണം. നമ്മളിപ്പോൾ തസ്ബീഹുകൾ ചൊല്ലി ഇനി ഒരുപാട് ദിക്റുകൾ ഇന്ന് ചൊല്ലേണ്ട
ഇതായിട്ടുണ്ട്. അതൊക്കെ നിങ്ങളെ ഏടുകളിൽ നോക്കിയിട്ട് ചെല്ലാം. 1000 ഇഖ്ലാസ് സൂറത്ത് ഓതി തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചുരുങ്ങിയ രൂപത്തിലാണ് മജ്‌ലിസുകൾ നടത്തുന്നത്. അതുകൊണ്ട് എല്ലാവരും അതിൽ സഹകരിച്ച് അധികം നിങ്ങൾക്ക് സമയം പാഴാകാതെ എന്നാൽ ഇൽമും കിട്ടും, അതുപോലെ തന്നെ ദിക്റും ചെല്ലാം, ദുആയിലും ഉൾപ്പെടാം. അങ്ങനെ ഒരു മജ്‌ലിസ് വളരെ ചുരുക്കമാണ്. കുറേ നേരം ഇരുന്നിട്ടുള്ള മജ്‌ലിസുകൾ നിങ്ങൾ അശ്രദ്ധരായി പോകും. അതുകൊണ്ട് ഇത് ശ്രദ്ധയോടുകൂടി വീക്ഷിച്ച് കൃത്യമായി മജ്‌ലിസുകൾ ഫോളോപ്പ് ചെയ്യണമെന്ന് നടത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിതത്തിലുടനീളം ഖൈറാത്തുകൾ ചൊരിഞ്ഞു നൽകട്ടെ. നന്മയുടെ പക്ഷത്തെ ചേർത്ത് പിടിച്ച് ആത്മീയ ഉന്നതിയിലെത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്ത് എല്ലാവരും കൂടെ ചൊല്ലാം. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി യാ സയ്യിദി ഖൈറൻ നബി യാ സയ്യിദി ഖൈറൻ നബി അൻത തത്ലഉ ബൈനനാ في الكواكب كالبدور بل أشرف منه يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي يا سيدي خير النبي ارتكبت على الخطا غير حسر وعباد لك أشكو فيه يا سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي إننا نرجو إلى كأس حولك للعطش يوم نشر كتابي يا سيدي خير النبي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا وأهلنا الله يا سيدي خير النبي الصلاة على النبي كل وقت دائما لا نجم في السماء سيدي خير النبي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي അല്ലാഹുവേ മുത്തുനബിയുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മുത്തുനബി കൈപിടിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബിയെ മനാമിലൊന്ന് കാണാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. മുത്തുനബിയെ കണ്ടിട്ടല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അള്ളാഹ് ദുആയിലേക്ക് കടക്കുകയാണ്. ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞവരുണ്ടാകും. ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ദുആ ആണ് അതിനൊക്കെ കാരണം. ദുആ ചെയ്യാൻ നമ്മൾ മടി കാണിക്കാൻ പാടില്ല. ദുആ നല്ലോണം ചെയ്തോളൂ. ഓരോ ദിവസവും പ്രത്യേകിച്ച് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള ദുആ, ആ ദുആന് വലിയ ഫലമാണ്. ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബ എന്നല്ലേ, ദുആക്ക് ഇജാബത്തുള്ള സമയമാണ് നിസ്കാരങ്ങൾക്ക് ശേഷം. അപ്പൊ നമ്മൾ 5 വക്തും നല്ലോണം നമ്മളെ വിഷയങ്ങൾക്ക് പറഞ്ഞ് റബ്ബിനോട് ചോദിച്ചു വാങ്ങാൻ നമ്മൾ മനസ്സ് കാണിക്കണം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق من شر غاسق اذا وقب ومن شر النفاثات في العقد من شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. لك الحمد والمعبود يا الله. വിശുദ്ധമായ മുഹറം 10 പവിത്രമായ തർബിയാത്മീയ മജ്‌ലിസ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയ നീ കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങൾ വീട് സംരക്ഷിക്കുന്നതിനെ കുറിച്ച്, നിന്റെ മാലാഖമാരുടെ സാന്നിധ്യമുണ്ടാകുന്നതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാഫ് നൽകണേ അല്ലാഹ്. ശിഷ്ടകാലം ദീനീ ഖിദ്മയിലും ഇബാദത്തിലും അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതകാലത്ത് ചെയ്തുപോയ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്തു മാഫ് നൽകണേ അല്ലാഹ്. ഈ മജ്‌ലിസിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ വീട്ടുകാർക്ക്, കുടുംബങ്ങൾക്ക്, മക്കൾക്ക്, കൂട്ടുകുടുംബാദികൾക്ക് ഞങ്ങൾ വിശാലത ചെയ്തു വലിയ ബറക്കത്ത് ഈ വർഷം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹുകൾ, അദ്കാറുകൾ സ്വീകരിക്കണേ അല്ലാഹ്. നീറുന്ന പ്രയാസമുള്ളവരുണ്ട്, നീക്കം ചെയ്യണേ അല്ലാഹ്. രോഗികളായി കീറിമുറിക്കുന്ന രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. മാനസിക രോഗങ്ങൾ, കുഷ്ഠരോഗങ്ങള്, റഹ്മാനെ ക്യാൻസർ, ട്യൂബർ, അപസ്മാരങ്ങൾ, മാനസിക രോഗം നൽകില്ല അല്ലാഹുവേ. ഐസിയിൽ കഴിയുന്നവർ, വെന്റിലേറ്ററിൽ കഴിയുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. മാറാവ്യാധി രോഗങ്ങൾ പിടിപെട്ടവരുണ്ട്, റഹ്മാനെ. പല വിധത്തിലുള്ള രോഗങ്ങൾ വന്ന് പ്രയാസപ്പെടുന്നവരുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. എല്ലാ രോഗികൾക്കും കാമിലായ ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ അഭിമാനത്തോടെ ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. മുഹറത്തിന്റെ പവിത്രമായ ആശൂറയുടെ നോമ്പെടുത്ത് നിന്നിലേക്ക് സമയത്ത് ഉയർത്തിയ കരങ്ങളെ ഹൈബാക്കല്ല അല്ലാഹ്. ജീവിതകാലത്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ, പ്രയാസ സമയത്ത് ഞങ്ങൾക്ക് കൈത്താങ്ങായവരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്, ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവരുണ്ട്. ഞങ്ങളുടെ മഹല്ലാത്തുകൾ, ഞങ്ങൾ നിൽക്കുന്ന ജോലി ചെയ്യുന്ന മേഖലയിൽ ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ ഭക്ഷണം നൽകുന്നവരുണ്ട്. പഠിക്കുന്ന കാലത്ത് വസ്ത്രം നൽകിയവർ, ഭക്ഷണം നൽകിയവർ, റഹ്മത്ത് നൽകണേ അല്ലാഹ്. ബറക്കത്ത് നൽകണേ അല്ലാഹ്. റാഹത്ത് നൽകണേ അല്ലാഹ്. വിട പറഞ്ഞു പോയ ഉപ്പമാരും ഉമ്മമാരും പാപ്പമാരും ഉമ്മമാരും കുടുംബാംഗങ്ങൾ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, കൂട്ടുകാർ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഓരോ ഖബർസ്ഥാന്റെ മണ്ണറയിൽ കിടക്കുന്നവരുടെ ഖബർ നീ മണിയറയാക്കണേ അല്ലാഹ്. നമുക്ക് നൗമത്തിൽ റൂസ് എന്ന് പറയുന്ന നല്ല ഖബറാളികൾ ഉൾപ്പെടുത്തണേ അല്ലാഹ്. വീട്ടുകാര്, നാട്ടുകാര്, കുടുംബാംഗങ്ങൾ, അയൽവാസികൾ ഞങ്ങൾ ചൊല്ലുന്നത്, പറയുന്നത്, ഓതുന്നത് എല്ലാം ഖബറാളികൾക്ക് നീ വെളിച്ചമാക്കണേ അല്ലാഹ്, സന്തോഷമാക്കണേ അല്ലാഹ്. പലരുടെയും ആണ്ടിന്റെ ദിവസം കഴിഞ്ഞു പോയി മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. ആയിരക്കണക്കിന് പ്രവാചകന്മാർക്ക് നീ മഹത്തായ അനുഗ്രഹങ്ങൾ നൽകി മഹത്തായ ദിവസത്തിൽ അല്ലാഹുവേ, ദുനിയാവിന്റെ ചപ്പുചവറുകളായ ഞങ്ങളുടെ തെറ്റുകളൊക്കെ പുറത്തു മാപ്പ് നൽകി അനുഗ്രഹങ്ങൾ നൽകണേ അല്ലാഹ്.
നിന്റെ ദീനിന്റെ പരിപൂർണമായ നിയമങ്ങൾ ഏറ്റെടുക്കാനും അത് ശിരസാവഹിക്കാനും തൗഫീഖ് നൽകണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്ക് സയ്യിദന്മാർക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഞങ്ങളാക്കി ഞങ്ങൾ ഉസ്താദുമാർ റബ്ബേ ഞങ്ങൾക്കൊരു ഹറഫ് പറയാൻ പഠിപ്പിച്ചു തന്നവരാണ്. മരണപ്പെട്ടവർക്ക് മൗഫറത്ത് നൽകണേ അല്ലാ. അവരിൽ നിന്ന് ഇവിടെ പറഞ്ഞവർക്ക് മൗഫറത്തും മർഹമത്തും നൽകണേ അല്ലാ. ഞങ്ങളെ ഉസ്താദുമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും ഹിമ്മത്തും ത്വാഖത്തും നീ നൽകണേ അല്ലാ. ഒരാളെയും നീ പ്രയാസത്തിലാക്കല്ലേ അല്ലാ, പ്രതിസന്ധിയിലാക്കല്ലേ അല്ലാ. ഞങ്ങളെ പെൺമക്കൾ ആൺമക്കളെല്ലാവർക്കും നീ അനുയോജ്യമായ മകളെ നൽകണേ അല്ലാ. വിവാഹം കഴിഞ്ഞവർക്ക് നല്ല മക്കളെ നൽകണേ അല്ലാ. ദാമ്പത്യ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാ. അവയവങ്ങൾ നന്നാക്കി തരണേ അല്ലാ. സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. ഈമാനുള്ളവരാക്കണേ അല്ലാ. ഇസ്ലാമിന് അടിയുറക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. വിദേശത്ത് പോയവർ സ്വദേശത്ത് ജോലി ചെയ്യുന്നവർ ബറക്കത്ത് നൽകണേ അല്ലാ. പരീക്ഷ എഴുതുന്നവർ കോഴ്സ് ചെയ്യുന്നവർ എൻട്രൻസ് എഴുതുന്നവർ എല്ലാവരെയും വിജയിപ്പിക്കണേ അല്ലാ. ഒരാളെയും നീ പരാജയപ്പെടുത്തല്ല അല്ലാ. പരീക്ഷകൾ മദ്രസയിലെ സ്കൂളിലെ പൊതുപരീക്ഷ SSLC +2 വിജയം നൽകണേ അല്ലാ. റഹ്മാനെ ദീനിനെതിരെ വരുന്ന സൂംബ ഡാൻസ് പോലെയുള്ളതൊക്കെ നീക്കം ചെയ്ത് ആത്മീയ നിവൃത്തി നൽകണേ അല്ലാ. റഹ്മാനെ റബ്ബേ ഞങ്ങളാക്കിയ ഉമ്മമാര് സാധുക്കളാണ്. അവർ ചെയ്ത സേവനങ്ങൾ എത്രയാണ്. അവരുടെ വിട പറഞ്ഞവർക്ക് മൗഫറത്ത് മറഹമത്ത് നൽകി, ജീവിച്ചിരിക്കുന്ന അമ്മമാർക്ക് ആഫിയത്ത് നൽകി, അവർക്ക് ഖിദ്മ ചെയ്ത് ജീവിതം ധന്യമാക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. കുടുംബങ്ങൾക്കിടയിൽ ഐക്യവും സലാമത്തും നൽകണേ അല്ലാ. ഈമാനില്ലാത്തവർ, നിസ്കാരമില്ലാത്തവർ, ദീനില്ലാത്തവർക്ക് ദീൻ നൽകണേ അല്ലാ. ഒരാളെയും നീ വെറുതെ ആക്കല്ലേ അല്ലാ. ഖൽബ് നിറച്ച് അല്ലാഹുവേ ഈമാൻ കൊടുക്കണേ അല്ലാ. ഞങ്ങളെ ദുആ കബൂലാക്കണേ അല്ലാ. ഞങ്ങളെ സഹായിച്ചവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്, ഞങ്ങൾക്ക് സ്വതക്ക നൽകുന്നവർ, ഹദിയ നൽകുന്നവർ. റഹ്മാനായ റബ്ബേ എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ദീനിന്റെ നേതൃത്വം നൽകുന്ന ഉസ്താദുമാരുടെ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. ഞങ്ങളെ വീട്ടിൽ ലീവില്ലാതെ ജോലി ചെയ്യുന്ന ഞങ്ങളെ ഭാര്യമാര് പാവങ്ങളാണ് റബ്ബേ. അവർക്ക് നീ ഖൈറാത്തുകൾ ചൊരിഞ്ഞു നൽകണേ അല്ലാ. ശർറുകളെ തൊട്ട്, മുസീബത്തുകളെ തൊട്ട്, ശൈത്താന്റെ പൈശാചിക ഉപദ്രവങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സിഹറയച്ചു വിട്ടവരിലേക്ക് സിഹർ നീ തിരിച്ചയക്കണേ അല്ലാ. ഐനുകളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധ ശർറുകൾ, മുസീബത്തുകൾ, അപകടങ്ങൾ, ആക്സിഡന്റുകൾ, ദുരന്തങ്ങൾ, ദുരിതങ്ങൾ, പേമാരികൾ, കടൽക്ഷോഭങ്ങൾ, പ്രളയങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ നീ സ്വാധീനങ്ങളിൽ പെടുത്തണേ അല്ലാ. ആബിദീങ്ങളിൽ പെടുത്തണേ അല്ലാ. ആലിമീങ്ങളിൽ പെടുത്തണേ അല്ലാ. മുണ്ടക്കൊയ്യുമുള്ളവരാക്കണേ അല്ലാ. ഇതിൽ ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ആബിദീങ്ങളും ഹാഫിളീങ്ങളായി കാണാൻ ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുണ്ട്. തൗഫീഖ് നൽകണേ അല്ലാ. ഹജ്ജും ഉംറ സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകണേ അല്ലാ. ഒരാളെയും ഹജ്ജും ഉംറയും ചെയ്യിച്ചിട്ടല്ലാതെ മരിപ്പിക്കല്ല അല്ലാ. ഒരുപാട് സഹോദരിമാര്, സഹോദരങ്ങൾ ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവരാണ്. ബറക്കത്ത് നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ഒരാളെയും പ്രയാസത്തിലാക്കല്ല അല്ലാ. ദുആ കബൂലാക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉണ്ടാവുന്ന മജ്‌ലിസിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കണം. എന്നിട്ട് ദുആ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അല്ലാഹു നല്ല ഉദ്ദേശത്തിൽ ഈ മജ്‌ലിസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടണമെന്ന് ഉണർത്തി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.